എക്സ്പെക്ടേഷൻ വലിയ കാര്യമായിട്ടില്ല, അധികം ഹൈപ്പൊന്നും വെക്കുന്നില്ല. വളരെ വലിയ എക്സ്പെക്ടേഷനാണ്. മമത ബൈജു എന്താ, ഞാൻ നിവിൻ ഫാനാണ്, അപ്പം നല്ലൊരു പടമായിരിക്കും. പ്രേമലു, സൂപ്പർ ശരണി എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഗിരീഷ് ഷെഡി ഒരുക്കുന്ന പുതിയ ചിത്രമാണ് ബത്ലഹിം കുടുംബ യൂണിറ്റ്. മമിത ബൈജു അതുപോലെ തന്നെ നിവിൻ പോളി കോംബോയിൽ എത്തുന്ന ഈ ചിത്രത്തിന് പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അവരിൽ നിന്ന് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് പടത്തിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ് എന്ന്. നല്ല ഫീൽ ഗുഡ് പടമല്ലേ, നിവിൻ പോളിനെ കാണുമ്പോഴേ ഒരു ഹാപ്പിനെസ് വരും. പിന്നെ മമിത കോമ്പിനേഷൻ, പിന്നെ ഡയറക്ടറും നല്ല ഡയറക്ടറല്ല, നല്ല പ്രതീക്ഷ ഉണ്ട്. ഫാമിലിയുമായിട്ട് കാണാൻ പറ്റിയ പടമാണ്. സോ ആ ഹോപ്പിലാണ്. അഡീഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ലപോലെ ഉണ്ട്. ഗിരീഷ് ഷെഡി മൂവി ആയതുകൊണ്ട്, പിന്നെ നിവിൻ പോളിയുടെ ഒരു കംഫർട്ട് ജേണറാണല്ലോ, അതുകൊണ്ട് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. പിന്നെ ഞാൻ നിവിൻ പോളി ആരാധകൻ കൂടിയാണ്, അതിന് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. പറയാൻ പറ്റുള്ളൂ. നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. അത് എഴുന്നേറ്റ് പെട്ടെന്ന് ചെറുതായി പോരുമായിരുന്നു സൗണ്ട് കണ്ടിട്ട് പറയാൻ ബാക്കി. എന്നെ വെറുതെ ഒന്നുമില്ല, കണ്ടു അടിപൊളിയായിരിക്കും തോന്നുന്നു. ബത്ലഹേം കുടുംബ യൂണിറ്റ് കാണാനാണ് വന്നത്. അത്യാവശ്യം എക്സ്പെക്ടേഷൻ ഉണ്ട്. ഗിരീഷ് ഷെഡി ആയതുകൊണ്ട് തന്നെ ഒരു ഫൺ എന്റർടൈനർ പ്രതീക്ഷിക്കും. ഗിരീഷ് ഷെഡിയുടെ പടമാണ്, അപ്പം ഒരു ഫാമിലി കോമഡി എന്റർടൈനർ പ്രതീക്ഷ തന്നെ വന്നിരിക്കുന്നത്. അധികം ഞാൻ ട്രെയിലർ കാര്യങ്ങൾ കണ്ടിട്ടില്ല, കണ്ട് തന്നെ എൻ്റർടൈൻ ചെയ്യാൻ വന്നിരിക്കുന്നത്. വളരെ വലിയ എക്സ്പെക്ടേഷനാണ്. മമത ബൈജു ഐ ലൈക്ക് സോ മച്ച്. ഷീ ഈസ് വെരി പ്രിറ്റി ആൻഡ് ക്യൂട്ട്. ആൻഡ് ഐ കമ്മിങ് ഫ്രം ദ ചെന്നൈ ടു സീ മൈ കസിൻസ് ആർ ഹിയർ. മൈ സിസ്റ്റർ ഈസ് ഹിയർ. എന്തായാലും കണ്ടിട്ട് എന്തായാലും ഖലീഫ ഒരു മിക്സഡ് റിവ്യൂ ആണല്ലോ, അപ്പോൾ ഇതൊന്ന് നോക്കാം. എന്താ, ഞാൻ നിവിൻ ഫാനാണ്, അപ്പം നല്ലൊരു പടമായിരിക്കും പ്രതീക്ഷിക്കുന്നു. എന്താ, നീ കണ്ടിട്ട് പറയാം. ഗിരീഷ് ഷെഡിയുടെ മൂവിയല്ലേ, നോർമലി വി ഹാവ് എൻ എക്സ്പെക്ടേഷൻ ലൈക്ക് പ്രേമലു ഒക്കെ അതുപോലെ ഒരു ഹിറ്റായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിവിൻ പോളി, മമിത, അങ്ങനെ കുറേ പേരുണ്ടല്ലോ, അതുകൊണ്ട് സോ ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് എ ഗുഡ് മൂവി.